രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ സ്പീക്കർക്ക് ഇപ്പോൾ സിപിഎം പരാതി നൽകിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ അംഗത്തിന്റെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. വിഷയം സഭയിൽ ഉന്നയിക്കാൻ അവസരം നൽകണമെന്ന് വാമനപുരം എംഎൽഎ DK മുരളി സ്പീക്കർക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. പ്രശാന്ത്, സിപിഎമ്മിന്റെ ആവശ്യം എന്താണ്? മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട് അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടം ഒരു MLA-യുടെ പെരുമാറ്റച്ചട്ടമെല്ലാം ലംഘിച്ചു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പെരുമാറ്റം, ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ അവസരം നൽകണമെന്നാണ് ഇപ്പോൾ CPM ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPM അംഗം, അതായത് വാമനപുരം MLA DK മുരളിയാണ് ഇന്നിപ്പോൾ സ്പീക്കർ AN ഷംസീറിന് കത്ത് നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തിയ സ്പീക്കറോട് ഈ MLA അയോഗ്യനാക്കണം എന്ന വിഷയം പൊതുവെ ഉയരുന്നുണ്ട്. ഇത് സംബന്ധിച്ച പരാതികൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ സ്പീക്കർ AN ഷംസീർ പറഞ്ഞത് പുറത്തുനിന്ന് ഒരുപാട് പരാതികൾ ലഭിക്കുന്നുണ്ട്, പക്ഷേ അത്തരം പരാതികളുടെ അടിസ്ഥാനത്തിൽ സാധാരണ നടപടിയെടുക്കാൻ സാധിക്കില്ല. നിയമസഭാ സാമാജികർ പരാതി നൽകിയാൽ അത് പരിശോധിക്കാൻ കഴിയുമെന്നാണ്. അതിന് പിന്നാലെയാണ് DK മുരളി MLA-യുടെ പരാതി ലഭിക്കുന്നത്. ഇത് സഭയിൽ ഉന്നയിക്കണമെന്ന് പറയുമ്പോഴും സ്വാഭാവികമായിട്ടും ഇത് റൂൾസ് ഓഫ് സഭയിലെ ബിസിനസ് പ്രകാരം ഉന്നയിക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പരാതി പരിശോധിച്ചിട്ട് സ്പീക്കർ ഇത് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് കൈമാറാനാണ് സാധ്യത. അത് കൈമാറാം, അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ് പരിശോധിച്ച് അത് കൈമാറാതിരിക്കാം. എന്തായാലും അങ്ങനെ പരിശോധിച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയോഗ്യനാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കാൻ ഏത് തരത്തിൽ കഴിയുമെന്നത് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയാണ് പരിശോധിക്കേണ്ടത്. എന്തായാലും 20-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. ആദ്യത്തെ ദിവസം നയപ്രഖ്യാപനം മാത്രമാണുള്ളത്. സ്വാഭാവികമായിട്ടും നിയമസഭയ്ക്ക് ഒരു എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിക്ക് മുൻപാകെ ഈ പരാതി എത്താനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. കാരണം ഇത് 15-ാം നിയമസഭയുടെ അവസാന സമ്മേളനമാണ്. വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടിയാണിത്. അല്ല പ്രശാന്ത്, ഇപ്പം ഇതിനു മുൻപ് പല വിഷയങ്ങളിൽ ചർച്ച പ്രതിപക്ഷം ആവശ്യപ്പെട്ട സമയത്ത് സബ്ജുഡീസ് ആയ വിഷയങ്ങൾ സഭയിൽ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഭരണപക്ഷം എടുത്ത നിലപാട്. ഈ വിഷയത്തിൽ അത് ബാധകമാകില്ലേ? അത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇത് നിയമസഭയ്ക്കകത്തുള്ള ഒരു MLA, ആ MLA-ക്കെതിരെ ഗുരുതരമായ ഒരുപാട് പരാതികൾ വരുന്നു. അങ്ങനെ മൂന്നാമത്തെ പരാതിയിൽ, ഈ ബലാത്സംഗ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റും അതേ തുടർന്നുള്ള റിമാൻഡും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരാതി മുൻപും, അപ്പോൾ ഇതേ വിഷയം ഇന്നിപ്പോൾ സ്പീക്കറോട് ചോദിച്ചിരുന്നു. മുൻകാലത്ത് ഇത്തരം പരാതികൾ ലഭിച്ചിട്ടുണ്ടോ, അതിന്മേൽ അയോഗ്യനാക്കപ്പെട്ട നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ സ്പീക്കർ പ്രതികരിച്ചത് ഇതൊരു പ്രസിഡൻസ് അല്ല. കാരണം മുൻപ് ഇത്തരം ഒരു കീഴ്വഴക്കം, ഇതുപോലൊരു സംഭവം ഉണ്ടായില്ല. ഒരു ബലാത്സംഗ കേസിൽ ഒരു MLA-ക്കെതിരെ പരാതിയോ അല്ലെങ്കിൽ ഇത്തരം ഒരു സംഭവമോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മുൻകാലത്ത് ഇത്തരം പരിചയം അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെ വന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ വിഷയമാണെന്നും അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പരാതി കിട്ടിയാൽ പരിശോധിക്കുമെന്ന് തന്നെയാണ് സ്പീക്കർ ആ മറുപടിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിയമസഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ഒരു പരാതി CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെ എത്താൻ തന്നെയാണ് സാധ്യതയേറെ. എന്നാലും CPM ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്, ഒന്നാമത്തെ പരാതി കഴിഞ്ഞു, രണ്ടാമത്തെ പരാതി കഴിഞ്ഞു, മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ അറസ്റ്റിലായി. അത് കഴിഞ്ഞ് ഇപ്പോൾ റിമാൻഡിലാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിയമസഭാ സാമാജികനായിരിക്കാനുള്ള എല്ലാ പെരുമാറ്റച്ചട്ടവും അത് ലംഘിച്ചു. അപ്പോൾ അത് ആ വിഷയം സഭയിൽ ഉന്നയിക്കാൻ ഒരു അവസരം നൽകണം എന്നുള്ളതാണ് പറയുന്നത്. പ്രശാന്ത്, അതോടൊപ്പം തന്നെ സ്പീക്കർ തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നിയമസാധുത തേടിയിരുന്നു. അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അങ്ങനെ അയോഗ്യനാക്കാൻ കഴിയുമോ? കാരണം നിലവിൽ ഇപ്പോൾ പരാതികൾ ഉണ്ടെങ്കിലും മൊഴികൾ ഉണ്ടെങ്കിലും കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. അത് വസ്തുതയാണ്. ആര്യ, ഇതൊരു വിശാലമായ ഒരു ഭരണഘടനാ വിഷയം കൂടിയാണ്. കാരണം ഒരു നിയമപ്രശ്നമാണ്. കാരണം ഒരു MLA-ക്കെതിരെ ഒരു പരാതി വന്ന് അല്ലെങ്കിൽ ആ പരാതിയുടെ പേരിൽ കേസെടുത്ത് ആ കേസിന്റെ പേരിന്റെ ഭാഗമായി, വിചാരണയുടെ ഭാഗമായി അതിന് മുൻപെല്ലാം ജയിലിൽ കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു MLA-ക്കെതിരെ ഒരു MLA-യെ നിയമസഭയ്ക്ക് അല്ലെങ്കിൽ അയോഗ്യനാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം അയോഗ്യനാകില്ല. കാരണം ഈ ആന്റണി രാജുവിന്റെ വിഷയം നമുക്കറിയാം. ഒരുപാട് വർഷത്തിന് ശേഷം ഒരു ശിക്ഷ കോടതി വിധിച്ചു കഴിഞ്ഞാൽ, അത് 2 അതിൽ കൂടുതലോ വർഷം ശിക്ഷ വിധിച്ചാൽ മാത്രമേ ഒരു MLA, ഒരു ജനപ്രതിനിധി 1951-ലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം അയോഗ്യനാകൂ. അല്ലാതെ ഒരു കേസിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MLA-ക്കെതിരെ ഒരു കേസ് വന്നു എന്ന കാരണത്താൽ സ്പീക്കർക്കോ അല്ലെങ്കിൽ നിയമസഭയ്ക്കോ ആ MLA അല്ലെങ്കിൽ ഒരു അംഗത്തെ അയോഗ്യനാക്കാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.